ഇതാണ് കുറുക്കുവഴി. എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് ലീനോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് മടിക്കുന്നത്? പറയണം. ലീന, വരൂ, നമുക്കത് അവിടെ ഇരിക്കാം. ഇരിക്കൂ. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ചേട്ടൻ എന്നതാ പറയാൻ വന്നത്? കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ടു മോഹിച്ച ദുഷ്യന്തനെ പോലെയാണ് ഞാൻ. ആരാ ചേട്ടാ ആ ശകുന്തള ചേട്ടത്തി? ക്രിസ്ത്യാനിയാണോ? ഒരാശ്രമകന്യ, ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ. ശകുന്തള ചേട്ടത്തിയെ ദുഷ്യന്തൻ ചായൻ എന്നാ ചെയ്തു? ദുഷ്യന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു. ശകുന്തളയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും സ്നേഹിച്ചു. അവിടെ അപ്പൻ മൂക്കുമുട്ട കുടിച്ചേച്ചു വന്ന് ദുഷ്യന്തന ചായനെ പൊതിരെ തല്ലി കാണൂലേ? ഇല്ല, വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. ലീനയാണ് ആ ശകുന്തള. വരാനാ പറഞ്ഞത്? ഞാൻ ചുമ്മാ ഇതിലെ പോയതാണ്. അപ്പോൾ ലീനാമ്മ ഓടി, പശു ഓടി, ഞാനും ഓടി, എല്ലാരും ഓടി ഓടി നമ്മളെല്ലാരും. പെണ്ണിനെ കയറി പിടിക്കാൻ വന്നിരിക്കുന്നു. വീണ്ട ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ കുടയെടുക്കും ഞാൻ. തിരിച്ചു നോക്കരുത്. ലീനാമ്മേ, നിൽക്കൂ ലീനാമ്മേ. ലീനാമ്മേ, ഈ കാര്യം അപ്പനോട് പറയരുത് ചേട്ടാ. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ. ആട്ടെ, ആരാണത്? ഇനി ആ കാര്യം ചോദിക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. നീ പേടിക്കണ്ട. ഇനി ആ തെമ്മാടി ഈ കാറ്റുവാക്കിന് പോലും നടക്കത്തില്ല. ഞാൻ പോട്ടെ ചേട്ടാ. ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ റപ്പേലിയത്തോട് പറയത്തില്ല കേട്ടോ. ചേട്ടന് ദൈവം നമ്പരാൻ അനുഗ്രഹിക്കും. ഞാൻ ആ പശുവിനൊന്ന് പിടിച്ചു കേട്ടിട്ടില്ല. എന്തിനെ കെട്ടാനും ഞാനിവിടെ ഇല്ലേ. ഞാൻ പോട്ടെ ചേട്ടാ. നീനാമേ, അതെ, ഞാൻ തന്നെ. കല്യാണമാകത്ത പെണ്ണെ തൊടാൻ നിനക്ക് എന്ത് അവകാശം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ. അയ്യോ മതി ചേട്ടാ, സാവൻ ചത്തുപോകും. അവൻ മഹാർ അവിടെയാണ് ചേട്ടാ. ഞാൻ കാരണം എന്റെ ചേട്ടൻ തല്ലുകൊള്ളേണ്ടി വന്നല്ലോ. സാരമില്ല, ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥിവാരം, അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു. എന്റെ കൂട്ടുകാരൻ ലളിത, ഞാൻ പോയിട്ട് വരാം. ചേട്ടൻ എവിടെയും പോകരുതേ.
വവ്വാലൻ. അമ്പേ, ഇവളുടെ ഒരു കണ്ണ്. ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ. നീ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നല്ലൊരു സുന്ദരക്കുട്ടിനെ വളച്ചെടുത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങേര് പശുവിനെ മേടിക്കാൻ വന്നതാ. പിന്നെ നീ ഇത് വീട്ടിൽ പറയല്ലേ. ചെവി അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഈ ആണുങ്ങളെ കളിപ്പിച്ചേറ്റ് പോകാതെ സൂക്ഷിച്ചോണം. നല്ല തങ്കം പിടിച്ച മനുഷ്യനാ. ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പം ആ പാവം മനസ്സങ്ങ് നൊന്തുപോയി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ പോടി, എന്നെ തൊട്ടതുപോലുമില്ല. പിന്നെ കന്നി പെണ്ണുങ്ങളെ ആണുങ്ങളെ തൊട്ടാ മതിയെന്നാ പറയുന്നത്, കുഴപ്പമുണ്ടാകാൻ. അയ്യോ, അങ്ങനെയൊന്നോ? എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. എന്റെ ഒടേ തമ്പുരാനെ, ഇനി വല്ലതും. അമ്പടി കള്ളി പോട്ടെ, സാരമില്ല. ഇനി സൂക്ഷിച്ചാ മതി. കിട്ടിയ ആളിനെ വിടരുത് കേട്ടോ. പോ. നിങ്ങളൊക്കെ വലിയ ആള്. ഞങ്ങൾ ആരും മനുഷ്യരെ കണ്ടിട്ടില്ല. ഇത്ര വലിയ അവസ്ഥയാണ്. വീട്ടിലേക്ക് വരികയും വേണ്ട, എന്നെ കാണുകയും വേണ്ട. ഒരവസ്ഥക്കാരൻ. നീ ചെയ്തത് മഹാഭാവമാണെന്ന് നിനക്കൊക്കെ ബോധ്യമായി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി 2-3 പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണീർ കുടിപ്പിച്ചു. നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പട്ടിണി കുടുംബത്തെ നീ കുരുതി കൊടുത്തു. വേദനയുടെ തീ തിന്നു കഴിയുന്ന ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പണം കടത്തി നിന്നെ പിന്തുടരും. ഈ മഹാദ്രോഹത്തിന് നീ പരിഹാരം ചെയ്യണം. അല്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. വലിയ ആളാണെങ്കിലേ അയാളുടെ കയ്യിലിരിക്കട്ടെ. ഒരു മനുഷ്യപ്പറ്റില്ലാത്തവൻ. മാത്രം ഇത്ര നീളത്തില. നീ എന്തായാലും വേണേ ബോധമില്ലാതെ പിച്ചും പറയുന്നത്. അല്ല, നിന്റെ അപ്പുറം പോലെ നീയും കുടിച്ചു തുടങ്ങിയോ? ഞാൻ സ്വഭാവത്തോടുകൂടി തന്നെ പറയുന്നത്. ഒരു പശുവിനെ വാങ്ങാൻ വന്നിരിക്കുന്നു. ചുമ്മാ കള്ളത്തരം പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇതാണ് ഈ കൊണ്ടുകൊടുത്ത് താഴെ ഇട്ടിരിക്കുന്നത്. ഇനി എന്റെ കണ്ണിലെങ്ങാനും കണ്ട ഒരു പാഠം പഠിപ്പിച്ചതിന് വിടും. ആരാ? എന്ത് വേണം? അല്ല, ഇവിടെ ഇടങ്ങേറ് കാണിക്കുന്ന ഒരു കുട്ടി പശു ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? ഞങ്ങളെ ഇവിടെ കെട്ടിയിട്ടോളാം. എനിക്കും കെട്ടാൻ അറിയാം. ഞാനും ഒരു നല്ല കാളത്തരകനാണ്. ആ കച്ചവടത്തിനെ വേറെ വല്ല ചന്തയിലും പോയാട്ടെ. ഒന്നുമില്ലമ്മേ, ആരോ ഒരു കാളത്തരകൻ. ഞാൻ ഇവിടുത്തെ പശുവിനെ വാങ്ങാൻ വന്നതാ. എവിടാ നാട്? പേരെന്നതാ? അങ്ങ് തെക്കാണമ്മേ. പേര് പൗലോസ് ചേട്ടൻ. ഈ കൊച്ചിനെ കടിച്ചു തിന്നാൻ ചെന്ന നീ ഇതൊക്കെ എങ്ങനെ അറിയാടി? അത് ചോദിച്ചു മനസ്സിലാക്കിയമ്മേ. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്നോട് പലതും ചോദിച്ചു. ഞാൻ അവർക്ക് സമാധാനം പറഞ്ഞു. ഇരുന്നാട്ടെ കുഞ്ഞ്, വന്ന കാലേ നിന്നാലോ. ദീനാമേ, എന്താ വേണോ പശുവിനെ? ആ, തന്നാൽ വേണം. അമ്പേ കള്ള. ദീനാമേ, ദാ വരുന്നമ്മേ. ചേട്ടൻ അങ്ങോട്ട് ഇരുന്നേ. ചേട്ടൻ ചേച്ചിയെ കെട്ടാമെന്ന ആളാണോ? വരൂ. ആ, നിന്റെ പേരെന്താ? ധോണിച്ചൻ എന്നാ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാ. ചേട്ടാ, എനിക്കൊരു 10 പൈസ തരാമോ? എന്തിന്? സ്കൂളിൽ പോകുമ്പോൾ ബോണ്ട വാങ്ങി തിന്നാ. നീ കാലത്ത് എന്ത് കഴിച്ചു? കാലത്തെ കപ്പ. ഉച്ചയ്ക്കോ? കപ്പയും കഞ്ഞിയും. ഓഹോ, ആ ശരി. 1 രൂപ വെച്ചോ. എനിക്ക് 1 രൂപ ഒന്നും വേണ്ട, 10 പൈസ മതി. ശരി, എന്നാ 25 പൈസ ഉണ്ട്. ഈ പട്ടിണി കുടുംബത്തെ വഴിയാധാരമാക്കിയാണോ ഞാൻ ജോലി സമ്പാദിച്ചത്? എന്റെ കർത്താവേ, എനിക്ക് മാപ്പ് തരണേ. ഈ പണിക്കരെ പുള്ളിനെ പേരില്ലടി. നീയല്ല, നിന്റെ അമ്മയ്ക്ക് വേണാൽ പോലും. എന്റെ കർത്താവേ, കുടി കഴിഞ്ഞിട്ടിപ്പം പെണ്ണുങ്ങളുടെ കൂടെ പോക്കും തുടങ്ങിയ. എന്ന് തുടങ്ങി ഈ നശിച്ച സ്വഭാവം? ആരാ പിശാച്? ഏതാവള്? എടി, അവൾ എന്നെ നിലത്തിട്ട് എന്റെ മുണ്ടെല്ലാം പിടിച്ചഴിച്ചു.
വിഴുവോ ഞാൻ പുള്ളിക്ക് പൂങ്കട ഏത് ദ്രോഹിയാ നിങ്ങൾ എങ്ങനെ തമാടിത്തരം കാണിച്ച് അവളുടെ തലയിൽ ഇടിവാള് വീഴും. സുന്ദരിയായ ആ കിങ്ങിണിപ്പുഴ കിങ്ങിണിയാറ്. ഓഹോ, ലവലില്ലാതെ കുടിച്ചിട്ട് ആറ്റി വീണതിനാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇങ്ങനെ ദിവസേന പേവെള്ളം കുടിച്ചാൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്തെന്നാ? ഞാൻ കുടിക്കണേ, ഞാൻ കുടിക്കും. എന്റെ പണം എടുത്തവന് കൊള്ളുന്നവരെ ഞാൻ കുടിക്കണേ.